നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് തെളിവായി ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപക റെയ്ഡ്. കോട്ടയം ജില്ലയിൽ 23 ദിവസങ്ങൾ കൊണ്ട് രജിസ്റ്റർ ചെയ്തത് 180-ലേറെ കേസുകൾ. 188 പേർ വിവിധ കേസുകളിലായി അഴിക്കുള്ളിൽ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക് നേട്ടമായി അമ്മയും കുഞ്ഞും ബ്ലോക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടി തുടങ്ങി. 6 കോടിയിലധികം മുടക്കി അത്യാധുനിക നിലവാരത്തിൽ 2 നില മന്ദിരം. രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് വി ഡി സതീശൻ സർക്കാർ കോപ്പുകൂട്ടുകയാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. സ്വകാര്യ കമ്പനിയുമായുള്ള കരാർ റദ്ദു ചെയ്യണമെന്നും ഷോൺ. ചേർപ്പുങ്കൽ പാലത്തിൽ നിന്നും മീനച്ചിലാറ്റിൽ ചാടി യുവതി ജീവനൊടുക്കി. മരിച്ചത് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് എമ്മി ഉദയൻ. മൃതദേഹം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ. വാർത്തകൾ വിശദമായി. ആഞ്ഞടിച്ച് തൂഫാൻ. ലഹരിവേട്ടയ്ക്കായി സംസ്ഥാനത്ത് രൂപം നൽകിയ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ഈ മാസം 2 മുതൽ നടക്കുന്ന പരിശോധനയിൽ ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്ത 180-ലധികം കേസുകൾ. പിടിയിലായത് 188 പ്രതികളും. MDMA, കഞ്ചാവ്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഇച്ഛാശക്തിയിൽ പിറന്ന ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുമ്പോൾ സംസ്ഥാനമൊട്ടാകെ വലയിലാകുന്നത് ലഹരിയുടെ വലിയ ശൃംഖല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ നടക്കുന്ന റെയ്ഡിൽ ഇന്നലെ വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് 180-ലധികം കേസുകളാണ്. പിടിയിലായതാവട്ടെ 188 പ്രതികളും. ഈ മാസം 2-നാണ് ഓപ്പറേഷൻ തൂഫാന് തുടക്കമായത്. ലഹരി വിതരണത്തിന്റെ അടിത്തട്ട് നിലംപരിശാക്കിയാണ് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ മുന്നേറുന്നത്. സർവ്വ പിന്തുണയുമായി ഓപ്പറേഷൻ തണ്ടറുമായി എക്സൈസും രംഗത്തുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം മാത്രം കോട്ടയം ജില്ലയിൽ 2 നിന്നായി 263 ഗ്രാം MDMA ആണ് പിടികൂടിയത്. അതിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ രാസലഹരി വേട്ട നടന്നത് പൊൻകുന്നത്താണ്. 250 ഗ്രാം MDMA-യുമായാണ് പൊൻകുന്നത്ത് വെച്ച് ചങ്ങനാശ്ശേരി സ്വദേശികളായ ഹാഷിൻ ലബ്ബയും ലിബിനും പിടിയിലായത്. സിനിമാ സ്റ്റൈലിലായിരുന്നു വാഹനം പിടിച്ചതും പ്രതികളെ പിടികൂടിയതും. കോട്ടയം ചെങ്ങളത്ത് ഓപ്പറേഷൻ തണ്ടറിലൂടെ 13 ഗ്രാം MDMA-യുമായി ദമ്പതിമാരെയും സുഹൃത്തിനെയും പിടികൂടി. ഓപ്പറേഷൻ തൂഫാനിലൂടെ 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ ഈരാറ്റുപേട്ടയിലും ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. തൂഫാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ വർഷം ജനുവരി 1 മുതൽ ജൂൺ 1 വരെ ജില്ലയിലാകെ 212 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. 230 പ്രതികളും. തൂഫാൻ തുടങ്ങിയതിനു ശേഷം ജൂൺ 2 മുതൽ 25 വരെയുള്ള 23 ദിവസങ്ങൾ കൊണ്ട് 180-ലധികം ലഹരി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. 188-ലേറെ പ്രതികളെയും പിടികൂടി. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റെ മേൽനോട്ടത്തിൽ DYSP KR ബിജു നേതൃത്വം നൽകുന്ന നാർക്കോട്ടിക് സെല്ലാണ് തൂഫാൻ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം. SI ഉൾപ്പെടെ 17 ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളാണ് ഇതിലുള്ളത്. തൂഫാനായി 16 അംഗങ്ങളുടെ ടാസ്ക് ഫോഴ്സും ജില്ലയിലെ 5 സബ് ഡിവിഷനുകളിലായി ഉണ്ട്. ലഹരി വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് 9995966666 എന്ന വാട്സാപ്പ് നമ്പറിൽ പോലീസിന് വിവരം നൽകാം. സർക്കാരിനും വകുപ്പിനും ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ലഹരി വിതരണത്തിലെ ശൃംഖല തന്നെ തച്ചുടയ്ക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാനും ഒപ്പം എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറും. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ പോയ വർഷങ്ങളിൽ ലഹരിയുടെ ഒഴുക്ക് എത്രമാത്രമായിരുന്നു നമ്മുടെ നാട്ടിലെന്നാണ് ചോദ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 6 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഇരുനിലയിൽ കെട്ടിടം പണിയുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ദിവസവും 100 കണക്കിന് രോഗികളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കി, പീരുമേട്, മുണ്ടക്കയം, എരുമേലി, വാഴൂർ, മണിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. പ്രസവ സംബന്ധമായ ചികിത്സയ്ക്ക് നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ പ്രസവ വാർഡിന് അത്യാധുനിക സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പുതിയ ബ്ലോക്ക് പണിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ജനറൽ ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പണിയുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 6,16 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. 2 നിലകളിലായാണ് മന്ദിരം പണിയുന്നത്. ആധുനിക നിലവാരത്തിലുള്ള ലേബർ റൂം, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, കുട്ടികളുടെ ICU തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. മാതൃ ശിശു ആരോഗ്യത്തിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ പദ്ധതിയിൽ ലഭ്യമാക്കും. സുരക്ഷിത അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ് എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക് മറ്റൊരു പൊൻതൂവലാകും പുതിയ അമ്മയും കുഞ്ഞും ബ്ലോക്ക് എന്ന് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ MCHന്റെ കെട്ടിടം പണി തുടങ്ങിയിരിക്കുകയാണ്. 6 കോടി രൂപയാണ് ഇതിൻ്റെ അടങ്കൽ. ഇപ്പോൾ അതിലെ പ്രാരംഭ പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 1 വർഷം കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഇരുനില കെട്ടിടം അവിടെ ഉണ്ടാവുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ഒരു യുവതി ഗർഭിണിയാകുമ്പോൾ മുതൽ, കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ കുഞ്ഞിൻ്റെ 2-3 മാസം ആകുന്നിടം വരെ ഉള്ള എല്ലാ സേവനങ്ങളും ഒരു ബ്ലോക്കിൽ തന്നെ ലഭിക്കുന്നതാണ്. രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് വി ഡി സതീശൻ സർക്കാർ കോപ്പുകൂട്ടുകയാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. കേരളത്തിലെ തീരദേശ ഖനനം സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് UDF ഗവൺമെന്റ് ചൂട്ടുപിടിക്കുകയാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. തീരദേശ ഖനനം സ്വകാര്യ കമ്പനിക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തെലങ്കാനയിലെ കമ്പനിയുമായി ധാരണയുണ്ടാക്കിയെന്ന് ഷോൺ ആരോപിച്ചു. KMMLന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ കമ്പനിക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ഈ എഗ്രിമെന്റ് റദ്ദാക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. KMMLന്റെ മുഴുവൻ പ്രൊഡക്ഷൻ അതിന്റെ മൂല്യവർദ്ധിതമായ മോണോസൈറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള മിഡ്വെസ്റ്റ് എന്ന കമ്പനിക്ക് ഈ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേരള നിയമസഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ പ്രസ്താവന പിൻവലിക്കുവാനും 2019 കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി KMML നടത്തിയിട്ടുള്ള ഈ ഇടപാട് റദ്ദു ചെയ്തു കേരളത്തിന്റെ തീരദേശത്തെ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. തീരദേശ ഖനനത്തിൽ കേന്ദ്ര നിയമത്തിന്റെ ലംഘനമാണിതെന്നും ഷോൺ ചൂണ്ടിക്കാട്ടി. തീരദേശ ഖനനത്തിൽ LDF കാണിച്ച അഴിമതി UDFും ആവർത്തിക്കുകയാണ്. ഇത് BJP എതിർക്കുമെന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ഷോൺ ജോർജ് അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചേർപ്പുങ്കൽ പാലത്തിൽ നിന്നും മീനച്ചിലാറ്റിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വയലാ സ്വദേശി ME ഉദയനാണ് മരിച്ചത്. പാലാ ചേർപ്പുങ്കൽ പാലത്തിൽ നിന്നും ഇന്നു രാവിലെ മീനച്ചിലാറ്റിലേക്ക് ചാടിയ വയലാ സ്വദേശിനി അച്ചുകുന്നൽ ME ഉദയന്റെ മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സും ഈരാറ്റുപേട്ട ടീം എമർജൻസി രക്ഷാപ്രവർത്തകരും പ്രാദേശിക നീന്തൽ വിദഗ്ധരും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ME ഉദയൻ ചേർപ്പുങ്കൽ പാലത്തിന് മുകളിൽ നിന്നും മീനച്ചിലാറ്റിലേക്ക് ചാടുന്നത്. ശബ്ദം കേട്ടെത്തിയ സമീപവാസികളാണ് പെൺകുട്ടി വെള്ളത്തിൽ വീണത് കണ്ടത്. ബാഗും ഫോണും പാലത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ME. ശക്തമായ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഒഴുക്കിന്റെ ദിശ കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർ നടപടികൾക്കായി മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പാലാ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച് സർക്കാർ പിന്മാറുമെന്ന് സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും വിഷയം UDFൽ തീരുമാനിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത് UDF തീരുമാനിക്കേണ്ടതാണ്. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാഞ്ഞിരപ്പള്ളിയിൽ തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങുന്നതിന്റെ ഭാഗമായി പട്ടിമറ്റത്ത് ഏർലി ഇന്റർവെൻഷൻ വിഭാഗം പ്രവർത്തനം തുടങ്ങി. 6 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ പ്രകടമാകുന്ന വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയവും സമഗ്രവുമായ ചികിത്സയും പരിശീലനവും ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് വിഭാഗം സജ്ജീകരിച്ചിട്ടുള്ളത്. സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഫാമിലി കൗൺസിലിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാൻ അബ്ദുൽ ഹത്താഫ്, ജനറൽ കൺവീനർ അബു ഫൈസൽ, ജനറൽ കോർഡിനേറ്റർ നജീബ് കാഞ്ഞിരപ്പള്ളി, റിയാസ് സിറാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമൂഹത്തിൽ വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും അവരെ ചേർത്ത് പിടിക്കുവാനും തണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ വിവിധ തരം തെറാപ്പി കൗൺസിലുകൾ സൗകര്യത്തോടെ ഒരുക്കിയിട്ടുണ്ട്. തണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഈ സെൻറ്ററിൻ്റെ സ്നേഹക്കൂട്ടിൻ്റെ ജനസേവനങ്ങളുടെ ലക്ഷ്യങ്ങൾ നാടിനെയും നാട്ടുകാരെയും അറിയിക്കുന്നതിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിയുടെ ഒരു സൗഹൃദത്തിനായി ചായ മക്കാനി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ രൂപപ്പെടുത്തി മുമ്പോട്ട് വരികയാണ്. ആ ചായ മക്കാനിയുടെ പ്രവർത്തനം ഈ മാസം 27-ാം തീയതി, അതായത് നാളെ 27-ാം തീയതി 2 മണി മുതൽ വൈകിട്ട് 9 മണി വരെയും, ഞായറാഴ്ച 28-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയും നമ്മൾ ആ സൗഹൃദ കൂട്ടായ്മയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള എല്ലാ സാമൂഹിക പ്രവർത്തകരെയും പത്രപ്രവർത്തകർ നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു.
വാഴൂർ വെട്ടിക്കാട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നിയുക്ത മേൽശാന്തി മണിമല മുഖ്യപുരത്തിലെത്തി ശ്രീവത്സൻ നമ്പൂതിരിയെ ശാസ്താംഗ അയ്യപ്പർ ഭക്തർ സ്വീകരിച്ചു. വെട്ടിക്കാട്ട് ക്ഷേത്രോപദേശക സമിതി മുൻ പ്രസിഡന്റ് KS വിജയകുമാർ, NSS കരയോഗം സെക്രട്ടറി KK രാധാകൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KN രവീന്ദ്രൻ നായർ, KG രഘുനാഥൻ, സുമാർ നായർ എന്നിവർ നേതൃത്വം നൽകി. കോട്ടയം കഞ്ഞിക്കുഴിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഞ്ഞിക്കുഴി മാവിൻ ചുവടിന് സമീപമുള്ള മാഞ്ഞൂരാൻ കെട്ടിടത്തിൽ താമസിച്ചു വന്നിരുന്ന മുട്ടമ്പലം മുതിരക്കാലായിൽ വീട്ടിൽ MK ജോർജ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. സ്റ്റുഡിയോ നടത്തി വരികയായിരുന്ന ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസം. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പൊൻകുന്നം ജനകീയ വായനശാലയിൽ നിദാനവും നിവാരണവും മനഃശാസ്ത്രത്തിനൊരാമുഖം എന്ന വിഷയത്തിൽ പ്രഭാഷണവും സംവാദ സദസ്സും നടന്നു. സൈക്കോളജിസ്റ്റ് മാനവ് ജ്യോതി നയിച്ചു. മനഃശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത, അത് മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയത്തിന്മേൽ മാത്രം അധികരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും. മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി ഒരുപക്ഷെ ന്യൂറോളജി മുതൽ സോഷ്യോളജി വരെയും പൊളിറ്റിക്കൽ സയൻസ് മുതൽ ഹിസ്റ്ററി വരെയും നീണ്ടു നിൽക്കുന്ന വളരെ ബൃഹത്തായ ഒരു പഠനത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജൂലൈ 17 ആരംഭിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്താൻ രാമപുരം പഞ്ചായത്തിൽ ആലോചനാ യോഗം ചേർന്നു. മാണി സി കാപ്പൻ MLA നേതൃത്വത്തിലായിരുന്നു യോഗം. രാമപുരം നാലമ്പല തീർത്ഥാടനം പഞ്ചായത്തിൽ ആലോചനാ യോഗം നടത്തി. ജൂലൈ 17 മുതൽ ആരംഭിക്കുന്ന ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും യോഗം രാമപുരം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാം അധ്യക്ഷത വഹിച്ചു. പാലാ RDO ഷഗ്ന രാമകൃഷ്ണൻ, തഹസിൽദാർ സജിമാൻ മാത്യു, പഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSCB, KSRTC, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, ആരോഗ്യം, ഫുഡ് ആൻഡ് സേഫ്റ്റി, മോട്ടോർ വാഹന വകുപ്പ്, മർച്ചന്റ് അസോസിയേഷൻ, നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നാലമ്പലങ്ങളിലേക്ക് പോകുന്ന റോഡുകളിലെ ഈ സൈഡുകളിലെയും ഓടകളിലുള്ള കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും റോഡ് സൈഡിലുള്ള കല്ലുകളും തടികളും നീക്കം ചെയ്യണമെന്നും റോഡുകളിലെ വഴിവിളക്കുകൾ തെളിക്കുന്നതിനും പോലീസും ആരോഗ്യവകുപ്പും KSCBയും പ്രവർത്തനം ഊർജിതമാക്കണമെന്നും പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം ചെയ്തു നൽകണമെന്നും യോഗം തീരുമാനിച്ചു. തീർത്ഥാടനകാലമായ 1 മാസക്കാലം രാമപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഞായറാഴ്ചകൾ ഉൾപ്പെടെ അവധി ദിവസങ്ങളിലും വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ലാലം ജംഗ്ഷനിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപവും പെട്രോൾ പമ്പിന് മുൻവശവുമായ PW റോഡിന്റെ സൈഡിൽ കുഴി രൂപപ്പെട്ടു. അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസ് താൽക്കാലിക സുരക്ഷാ സംവിധാനങ്ങളും അപകട സൂചികയും സ്ഥാപിച്ചു. മാണി സി കാപ്പൻ MLA PWD അധികൃതരുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് തെളിവായി ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപക റെയ്ഡ്. കോട്ടയം ജില്ലയിൽ 23 ദിവസങ്ങൾ കൊണ്ട് രജിസ്റ്റർ ചെയ്തത് 180-ലേറെ കേസുകൾ. 188 പേർ വിവിധ കേസുകളിലായി അഴിക്കുള്ളിൽ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക് നേട്ടമായി അമ്മയും കുഞ്ഞും ബ്ലോക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടി തുടങ്ങി. 6 കോടിയിലധികം മുടക്കി അത്യാധുനിക നിലവാരത്തിൽ 2 നില മന്ദിരം. 2ാം കരിമണൽ കൊള്ളയ്ക്ക് VD സതീശൻ സർക്കാർ കോപ്പുകൂട്ടുകയാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. സ്വകാര്യ കമ്പനിയുമായുള്ള കരാർ റദ്ദു ചെയ്യണമെന്നും ഷോൺ. ചേർപ്പുങ്കൽ പാലത്തിൽ നിന്നും മീനച്ചിലാറ്റിൽ ചാടി യുവതി ജീവനൊടുക്കി. മരിച്ചത് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ME ഉദയൻ. മൃതദേഹം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.